ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടൂർ പോകുന്നതിൻ്റെ എപ്പിസോഡ് 2 ആയിട്ടാണ്. ഇതിനൊരു പാർട്ട് 2 കൂടെ ഉണ്ട്. ഇത് പാർട്ട് 1 ആണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് ഡൽഹിയിലാണ്. ഞങ്ങൾ ആഗ്രയിൽ നിന്ന് നേരെ ഡൽഹിയിലോട്ടാണ് പോയത്. ഡൽഹി റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ മെട്രോ സ്റ്റേഷനിലേക്ക്. പിന്നെ ഞങ്ങൾ മെട്രോയിലേക്കാണ് പോയത്. ഞങ്ങൾ നേരെ മെട്രോയിലേക്ക് പോകാനുള്ള കാരണം, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനടുത്ത് കുറച്ച് റൂമുകളൊക്കെ നോക്കിയായിരുന്നു. പക്ഷേ അതൊന്നും അത്ര നല്ലതല്ലായിരുന്നു. അപ്പം മാമനും അച്ഛനും കൂടെ പോയി മെട്രോയ്ക്കകത്ത് റൂം നോക്കി. അത് നല്ലതായതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഇതാണ് മെട്രോയിലെ റൂം. ഡോറ് സെൻസറാണ്. അകത്ത് കയറുമ്പോൾ 4 റൂമാണ് ടോട്ടലുള്ളത്. താഴെ 2 റൂമും മേളിൽ 2 റൂമും. എല്ലാ റൂമും കാണാൻ അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടത് മേളിലത്തെ 2 റൂമായിരുന്നു. കാരണം അത് ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. താഴത്തെ 2 റൂമും നല്ലതായിരുന്നു. താഴെ 2 റൂമിൽ കിടന്നത് എൻ്റെ അമ്മയും അച്ഛനും, പിന്നെ മാമൻ, മാമി, കുഞ്ഞ്. മേളിൽ കിടന്നത് ഞാനും ചേച്ചിയും പിന്നെ അമ്മൂമ്മയുമാണ്. ഞങ്ങൾ മെട്രോ റൂം എടുക്കാനുള്ള കാരണം, മെട്രോ അത്യാവശ്യം എല്ലാ സ്റ്റേഷനിലും ഉണ്ട്. അപ്പോൾ നമുക്ക് കറങ്ങാൻ പോകാൻ എളുപ്പത്തിന്, ഓട്ടോയൊന്നും ഇല്ലാതെ എളുപ്പത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെട്രോയ്ക്കകത്ത് എടുത്തത്. ഞങ്ങൾക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം ഈ യാത്രയുടെ ക്ഷീണം കാര്യങ്ങളൊന്നും അറിയത്തില്ല. കാരണം മെട്രോയ്ക്കകത്ത് AC ആണ്. അതുകൊണ്ടൊന്നും ചൂടും ഒന്നും എടുക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായി. പിന്നെ മെട്രോയിൽ തന്നെ ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടുത്തെ ഫുഡൊന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ 2 മണിയൊക്കെ ആയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി എല്ലാ ഫുഡും തീർന്നിട്ടുണ്ടായിരുന്നു. ആകെ താലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫുഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് പിന്നെ അതൊന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഞങ്ങൾ കഴിവതും ചപ്പാത്തി അത്രയും കഴിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേന് ചപ്പാത്തി എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അച്ഛനും അമ്മൂമ്മയ്ക്കും ഒക്കെ ഈ ഫുഡൊക്കെ ഓക്കെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങളെല്ലാം കഴിച്ചെന്ന് ഇരുത്തിയിട്ടങ്ങ് ഇറങ്ങി. അവിടുത്തെ ചില സ്ഥലങ്ങളൊക്കെ 5 മണി വരെ ഉള്ളൂ. 5 മണി കഴിഞ്ഞാൽ പിന്നെ അത് അടയ്ക്കും. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു കഴിച്ച് കഴിഞ്ഞ്. ഞങ്ങൾ ഫസ്റ്റ് പോയത് കുത്തബ് മിനാറിലോട്ടാണ്. 72.5 മീറ്റർ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഇഷ്ടിക മിനാറാണ് കുത്തബ് മിനാർ. ഖുത്ബുദ്ദീൻ ഐബക്ക് 1199 നിർമ്മാണം ആരംഭിച്ചു. എന്നാൽ ഇൽത്തുമിഷാണ് ഈ ഗോപുരത്തിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണിത്. ഇടിയും മിന്നലും ഭൂകമ്പവും കാരണം മിനാറിന് പലപ്പോഴും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് വന്ന സുൽത്താൻമാർ അതിൻ്റെ കേടുപാടുകൾ തീർത്തിട്ടുണ്ട്. ആദ്യ നിലയിലെ ചുമരിൽ അറബി വാചകങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലെ 2 നിലകളിലൊഴികെ മറ്റ് എല്ലാ നിലകളിലും ചുവന്ന കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിലെ 2 നിലകൾ വെണ്ണക്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയും വിവരങ്ങൾ എനിക്ക് കിട്ടിയത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് പറഞ്ഞതാണ്. ബാക്കി എന്തൊക്കെയോ പറഞ്ഞു, അതൊന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുള്ളത് ഇത്രയുമായിരുന്നു. അത് ഇത്രയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾ ചിന്തിക്കും ഇത്രയധികം നിലകളുണ്ടോ എന്ന്. വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നതേ ഉള്ളൂ. അടുത്ത് കാണുമ്പോൾ ഒരുപാട് വലുപ്പമാണ്. നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് അത് അറിയാൻ പറ്റും. ഏക്കർ കണക്കിനുള്ള ഏരിയയിലാണ് കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്നത്. അടുത്തായി കുറേ ഇടിഞ്ഞു പൊളിഞ്ഞ ബിൽഡിങ്ങുകളുണ്ട്. കുത്തബ് മിനാറിനെ കുറിച്ച് അവിടുന്ന് കിട്ടിയ വിവരങ്ങൾ ഇത്രയുമാണ്. ബാക്കി ഞാൻ മറന്നുപോയി. നിങ്ങൾക്കിതിലും കൂടുതൽ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.